നമസ്കാരം. ന്യൂസ് അറ്റ് മരിയനിലേക്ക് സ്വാഗതം. ഞാൻ സിസ്റ്റർ അഞ്ജു മരിയ. പ്രധാന വാർത്തകൾ. റോയി അച്ഛന് ആദരവായി സസ്നേഹം മരിയൻ. കോളേജ് ഡേ ആരവം ഇന്ന് ഉച്ചകഴിഞ്ഞ്. വെള്ളിയാങ്കലിലെ പറവുകളുടെ കവർ പേജ് പ്രകാശനം ഇന്ന്. സാമൂഹ്യശാസ്ത്ര ഗവേഷകർക്ക് വേണ്ടിയുള്ള 4 ദിവസത്തെ ശില്പശാല തിങ്കളാഴ്ച മരിയൻ കോളേജിൽ ആരംഭിച്ചു. സ്നേഹപൂർവ്വം റോയി അച്ഛന്. ന്യൂസ് അറ്റ് മരിയൻ സ്പെഷ്യൽ സ്റ്റോറി. വാർത്തകൾ വിശദമായി. റോയി അച്ഛന് ആദരവായി സസ്നേഹം മരിയൻ. പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് വിരമിക്കുന്ന റോയി അച്ഛന് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചുവർച്ചിത്ര പ്രകാശനം നടന്നു. റോയി അച്ഛന്റെ മുഖചിത്രവും ക്യാമ്പസ് ചുറ്റുവട്ടവും ഉൾപ്പെടുന്ന ക്യാൻവാസ് 12 വിദ്യാർത്ഥികൾ ചേർന്നാണ് ഒരുക്കിയത്. 3 ദിവസത്തെ വിദ്യാർത്ഥികളുടെ പ്രയത്നം അച്ഛനെ വിസ്മയിപ്പിച്ചു. മരിയൻ കോളേജിലെ ആദരണീയനായ പ്രിൻസിപ്പൽ ഫാദർ റോയി അബ്രഹാമിന്റെ വിരമിക്കൽ കോളേജിൽ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചിരിക്കുകയാണ്. അച്ഛനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന 3 പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സസ്നേഹം മരിയൻ എന്ന പരിപാടിയിൽ വിവിധ കലാരൂപങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നു. എന്നെന്നും മനസ്സിൽ എന്ന ചിത്രകലാ മത്സരം അച്ഛൻ്റെ ഛായാചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു മത്സരമാണ്. 3ാമത്തേത് പാദമുദ്ര എന്ന എക്സ്പ്രഷൻ വാളാണ്. ഡാം സൈറ്റിൽ ഒരുക്കിയിട്ടുള്ള ചുമരിൽ അനേകം ചിത്രകാരന്മാർ ചേർന്ന് റോയി അച്ഛൻ്റെ സേവനം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ 6-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് കോളേജ് ഡേയുടെ ഭാഗമായി ആരവം എന്ന കലാമാമാങ്കവും നടക്കുന്നു. 2021-22 അധ്യയന വർഷത്തെ കോളേജ് മാഗസിൻ്റെ മുഖചിത്ര പ്രകാശനം ഏപ്രിൽ 6-ന് കോളേജ് ഡേ വേദിയിൽ നിർവഹിക്കും. നമ്മൾ കോളേജ് ഡേക്ക് മാഗസിൻ്റെ ഫ്രണ്ട് കവർ മാത്രം പബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം നമ്മളുടെ ആശയം അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഈ മാഗസിനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും നമുക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഒരു ടീം തന്നെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പം എഡിറ്റോറിയൽ ബോർഡ് അതിനെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ തീമും വ്യക്തമായ പ്ലാൻസും ഉണ്ട്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തെ ആസ്പദമാക്കി 4 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ദേശീയ പ്രോജക്ട് സംഘാടക ഡോക്ടർ നേഹ വദ്വാൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ഡോക്ടർ സിബി ജോസഫ് അധ്യക്ഷനായിരുന്നു. ആധുനിക ഗവേഷണ സിദ്ധാന്തത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഈ പരിപാടിക്ക് ഡോക്ടർ നേഹ വാദ്വാൻ നേതൃത്വം നൽകും. ഏപ്രിൽ 4 മുതൽ 8 വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമരീഷ് സി, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം ഹെഡ് ബ്രദർ ജോസഫ് ചാരുപ്ലാക്കൽ എന്നിവർ പങ്കെടുക്കും. 25 വർഷത്തെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുന്ന റോയി അച്ഛന് സ്നേഹപൂർവ്വം. സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക്. 25 വർഷത്തെ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് കുട്ടിക്കാനം മരിയൻ കോളേജിനെ നയിച്ച ഫാദർ ഡോക്ടർ റോയി എബ്രഹാം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. കരിയറിലെ നല്ലൊരു പങ്കും മരിയൻ കോളേജിന് നൽകിയ റോയി അച്ഛൻ തികച്ചും മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചത്. റോയി അച്ഛൻ എല്ലാ അധ്യാപകർക്കും അനുകരിക്കാനാവുന്ന ഒരു മാർഗദർശിയാണ്. അദ്ദേഹം വൈദികൻ എന്ന നിലയിലും പ്രിൻസിപ്പൽ എന്ന നിലയിലും സ്തുത്യർഹമായ സേവനമാണ് സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉറച്ച വീക്ഷണങ്ങൾ മരിയൻ കോളേജിലെ എല്ലാവർക്കും സുപരിചിതമാണെന്ന് മാത്രമല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൂടിയാണ്. വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അളക്കാവുന്നതിനുമപ്പുറമാണ്. അദ്ദേഹം അച്ചടക്കം അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അച്ചടക്കം സ്വയം സ്വീകരിക്കേണ്ട ഒന്നാണ്. റോയി അച്ഛൻ തൻ്റെ സഹപ്രവർത്തകരുടെ അർപ്പണബോധവും കഠിന പ്രയത്നവും വളരെയധികം വിലമതിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ പുതിയ സ്വപ്നത്തെക്കുറിച്ചോ പുതിയ ആശയങ്ങളെക്കുറിച്ചോ ആണ് അച്ഛന് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഉത്തരോത്തരം ഓരോ ദിവസം തോറും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. മരിയൻ കോളേജിൽ ഓട്ടോണമിയും അതുപോലെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് റോയി അച്ഛൻ. അച്ഛൻ്റെ സ്പീച്ചസ് എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ കോളേജിലെ ഔട്ട്കം ബേസ്ഡ് സിസ്റ്റം കൊണ്ടുവന്നത് റോയി അച്ഛനാണ്. റോയി അച്ഛൻ ഉണ്ടായിരുന്ന 25 വർഷം മരിയൻ കോളേജിന് അഭൂതപൂർവമായൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. വലിയ റെപ്യൂട്ടഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. റോയി അച്ഛൻ പോകുന്നതിൽ ഇപ്പം സങ്കടമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം റോയി അച്ഛൻ ഭയങ്കര കാമായിട്ടുള്ളൊരു ആളാണ്. 25 വർഷത്തെ സേവനമാണ് മരിയൻ കോളേജിനായി സമർപ്പിച്ചത്. ഇതിനെക്കുറിച്ച് അച്ഛൻ എന്തൊക്കെയാണ് പറയാനുള്ളത്? അച്ഛൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ആദ്യത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയിലാണ്. അവിടെ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തു. അതിനുശേഷം ഇവിടെ
ഹോസ്റ്റൽ ഡയറക്ടറും BBA തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ അധ്യാപകനുമായിട്ട് ആരംഭം കുറിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഐ ഹാവ് വെരി വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസ് വിത്ത് മരിയൻ. 1995 തുടങ്ങിയ മരിയൻ കോളേജ് ഇന്ന് ഈ നിലയിലെത്തി നിൽക്കുകയാണ്. കോളേജിൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിലുള്ള വളർച്ചയെ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? അതെനിക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരൊറ്റ ചരട് പോലെ നിന്നു എന്നുള്ളതാണ്. ദർ വാസ് നോ റിഫ്റ്റ് ബിറ്റ്വീൻ എനി വൺ ഓഫ് ദം. ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരോടോ ഒന്നും ചേർന്ന് മാനേജ്മെൻറ്റിനോടോ, കുട്ടികളും മാതാപിതാക്കളും ചേർന്ന് അധ്യാപകരോടോ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു റിഫ്റ്റ് ഉണ്ടായിട്ടില്ല. ഒരു വളരെ കൊയിനോണിയായിൽ, ഒരു ക്രിസ്ത്യൻ വേർഡ് ഉപയോഗിച്ച് പറഞ്ഞാൽ വളരെ കൊയിനോണിയായിൽ, വളരെ സ്നേഹത്തിൽ, ആർദ്രമായ ബന്ധത്തിൽ ഇത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വൻ വിജയമായിട്ട് ഞാൻ കരുതുന്നു. യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ പിന്നീട് ഓട്ടോണമസ് ആവുകയും ഇപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്തി നിൽക്കുന്ന മരിയൻ കോളേജിൽ ഇതുവരെയും ക്യാമ്പസ് പൊളിറ്റിക്സോ അങ്ങനെയുള്ള യാതൊരു കാരണങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ഒരു നിലപാടിനെക്കുറിച്ച് അച്ഛൻ്റെ നിലപാടൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും. നമ്മുടെ കോളേജിൻ്റെ വളർച്ച വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിസ്തുലമായ ഒത്തിരിയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സാധാരണ അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓട്ടോണമസ് അഫിലിയേറ്റഡ് കോളേജായിട്ട് നമുക്ക് വളരാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പരീക്ഷാ സമ്പ്രദായങ്ങളിൽ, പഠന രീതികളിലൊക്കെ നിരന്തരം മാറ്റങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങളും യൂണിവേഴ്സിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളും അനുസരിച്ച് വരുത്താനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് ഇപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് കഴിഞ്ഞ വർഷം തൊട്ട് 2 വർഷമായിട്ട് ഇപ്പം നമ്മൾ വളരെ അസസ്മെൻറ്റിൽ ഉൾപ്പെടെ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. 25 വർഷത്തെ സേവനത്തിനിടെ അധ്യാപകനായും പ്രിൻസിപ്പലായും മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെക്കുറിച്ച് അച്ഛൻ എന്താണ് അഭിപ്രായം? ഞാൻ ഇതിനോടകം പറഞ്ഞതിനകത്തു നിന്ന് തന്നെ വ്യക്തമാണ്. എനിക്ക് വളരെ അഭിമാനമാണ് മരിയൻ കോളേജിലെ ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും. ദേ ആർ ദ കിങ്സ് ആൻഡ് ക്യൂൻസ് ഓഫ് ദ ടുമോറോ. അതിനകത്ത് യാതൊരു സംശയമില്ല. അവരെല്ലാം ശ്രദ്ധേയമായ സ്ഥാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വഹിച്ചുകൊണ്ടിരിക്കുകയും ഇനി വഹിക്കുകയും ചെയ്യും. നല്ല വാല്യൂ സിസ്റ്റമുള്ള ഒരു പറ്റം യുവതലമുറയാണ് മരിയൻ കലാലയം ഇതിനോടകം വാർത്തെടുത്തിട്ടുള്ളത്. തൻ്റെ 25 വർഷത്തെ സേവന സമ്പത്ത് കൊണ്ട് മരിയൻ കോളേജിനെ ധന്യമാക്കിയ റോയ് എച്ചിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വാർത്തകൾ ഒരിക്കൽ കൂടി. റോയ് എച്ചിന് ആദരവായി സസ്നേഹം മരിയൻ. കോളേജ് ഡേ ആരവം ഇന്ന് ഉച്ചകഴിഞ്ഞ്. വെള്ളിയാങ്കലിലെ പറവുകളുടെ കവർ പേജ് പ്രകാശനം ഇന്ന്. സാമൂഹ്യശാസ്ത്ര ഗവേഷകർക്ക് വേണ്ടിയുള്ള 4 ദിവസത്തെ ശില്പശാല തിങ്കളാഴ്ച മരിയൻ കോളേജിൽ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.